ഹായ്. കുറച്ച് ദിവസമായിട്ട് നാട്ടിലെ ഒരു ഇക്ലിപ്പെടുത്തുന്ന സ്റ്റോറിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് ഇന്ന് തീരും നാളെ തീരും എന്ന് വെച്ച് നോക്കിയിരിക്കുമ്പം ഓരോ ദിവസം ഓരോ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടിട്ട് പോലും ഇല്ലാത്ത സംവിധായകരുടെ പേരിലും തിരക്കഥാകൃത്തുക്കളുടെ പേരിലും നടന്മാരുടെ പേരിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്താ പറയുന്നത്, ആരാധനയോടെ നോക്കിയിരുന്ന നടന്മാരുടെ പേര് വരെ ഇപ്പം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് ഇന്നലെ കിട്ടിയ റിപ്പോർട്ടൊന്നും അല്ലെന്നാണ് പറയപ്പെടുന്നത്. 4 വർഷം മുമ്പ് ഒരു നടിയുടെ പ്രശ്നത്തിലുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റിന് പുറകെ സംഭവിച്ചൊരു കാര്യമാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരികയൊക്കെ ചെയ്തു. പുറത്തു വന്നില്ല. 4 വർഷം മുമ്പ് അത് സർക്കാരിന് കിട്ടിയതാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ആര്, എങ്ങനെ, എന്തിന്, എവിടെ വെച്ചെന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ള് സർക്കാരിൻ്റെ പക്കൽ 4 വർഷം മുമ്പ് കിട്ടിയതാണ്. അപ്പം നമ്മുടെ ജനകീയ സർക്കാർ അത് പൂഴ്ത്തി വെച്ചേക്കുമായിരുന്നു. കാരണം അവർക്ക് അത്രയും വേണ്ടപ്പെട്ടവർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. ഇതിലേറ്റവും വലിയ ഉദാഹരണമാണ് MLA മുകേഷ്. അവർ ചിലപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം വിചാരിച്ചു കാണുമല്ലായിരിക്കും. പക്ഷേ നമ്മൾ മലയാളികൾ ഇന്നോ ഇന്നലെയോ തോന്നാൻ തുടങ്ങിയാണോ ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നില്ല എന്ന്. ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയിലും എടുത്തു നോക്കിയാൽ മീറ്റു ആരോപണങ്ങൾ ധാരാളമാണ്. സംവിധായകരെക്കുറിച്ച്, നടന്മാരെക്കുറിച്ച്. അതായത് ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് ഫേമസ് ആകാൻ പറ്റുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്. അവിടെ ഒരു തവണ ഒരു സഹനടിയായിട്ടോ സഹനടനായിട്ടോ എന്തെങ്കിലും ഒരു റോളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അവൻ നടനായി. പിന്നെ അവൻ പോകുന്നിടത്തും വരുന്നിടത്തും നിൽക്കുന്നിടത്തും എല്ലാം ചാനലുകാരായി. അവൻ പറയുന്നതും അവൻ കഴിക്കുന്നതും അല്ലെങ്കിൽ അവർ എടുക്കുന്ന ഡ്രസ്സ്, കാര്യങ്ങൾ എല്ലാം, അതെല്ലാം വാർത്തകളാണ്. പിന്നെ അവർ വളരെ പെട്ടെന്നാണ് പ്രശസ്തിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആരാണെങ്കിലും സിനിമയിൽ ഒന്ന് മുഖം കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും ജീവിക്കുന്നത് തന്നെ. അതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും വിജയിക്കാൻ സാധിക്കാറില്ല. നമ്മൾ കേട്ട് കാണും, മലയാളത്തിലെ പല നടന്മാരും മദിരാശിയിലൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതിൻ്റെ കഥകളും, വെള്ളം കുടിച്ച് ജീവിച്ച കഥകളും, പൈസ കയ്യിലില്ലാത്തതിൻ്റെ കഥകളും ഒക്കെ പറയുന്ന പിൽക്കാലത്ത് കേട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് നടിമാർ വരുന്നത്. നടന്മാരെ അപേക്ഷിച്ച് നടിമാർക്ക് വളരെ എളുപ്പത്തിൽ ചാൻസ് കിട്ടും. കാരണം അവർ സ്ത്രീകളാണെന്നുള്ള ഒറ്റ ഇതുകൊണ്ട് തന്നെ. ഹേമ കമ്മിറ്റി വന്നു, കുറേ വിവാദങ്ങൾ വന്നു, കുറേ വെളിപ്പെടുത്തലുകൾ വന്നു. അതുകൊണ്ട് സിനിമയിലെ പുരുഷന്മാരെല്ലാം മോശക്കാരാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം സിനിമയിലാണേലും മോഡലിങ്ങിലാണേലും ഇത്തരം പ്രവണതകളുണ്ടെന്ന് നേരത്തെ തന്നെ അവിടെ ചെല്ലുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വെളിപ്പെടുത്തലുകൾ ഓരോന്നായി പുറത്തു വരുമ്പം ഒരു സംവിധായകൻ്റേതായ ഒരു ബൈറ്റ് വന്നിട്ടുണ്ട്. ചിലർ സ്വന്തം ബയോഡേറ്റ് എന്തിനും തയ്യാറാണെന്ന് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് കിടക്കാൻ വേണ്ടിയിട്ടാണേലും എനിക്ക് അവസരം കിട്ടണം. ഇതാരറിയാനാണ്? സംഭവം സിനിമയിൽ അഭിനയിച്ചു, പുറത്താകുന്നു, ആരറിയാനാണ്? ആരും അറിയുകയില്ല. പിന്നെ ആ പടത്തിൽ അഭിനയിച്ചു, അടുത്ത പടത്തിൽ പോയി. ഇതിനുള്ള ഉദാഹരണമാണ് നമ്മൾ ഹോം എന്ന സിനിമയുടെ ആ ഒരു പ്രശ്നം അറിഞ്ഞത്. അതിലെ നായികയും സംവിധായകനും തമ്മിൽ മോശം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും അതിനുശേഷം പുള്ളിയുടെ അടുത്ത സിനിമയെ അഭിനയിക്കാൻ അവസരം കൊടുക്കാത്തതുകൊണ്ട് നടി പീഡനപരാതിയായിട്ട് പോയെന്നും, അങ്ങനെയാണ് പീഡനപരാതി വന്നതിന് ശേഷം സംവിധായകൻ വെളിപ്പെടുത്തിയത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു
പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സ്ത്രീ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവൾ അതിജീവിതയായി. പുരുഷന്മാർ അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ സ്റ്റാറ്റസ് എല്ലാം പെട്ടെന്ന് റിവീലാവും. മാധ്യമങ്ങളും ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും എല്ലാം അതെടുത്തിട്ട് കൊണ്ടാടും. എന്നാൽ ഈ സ്ത്രീകൾ അതിന് വില്ലിങ് ആയതിന് ശേഷം വരുന്നതായിരിക്കാം ഇതിൻ്റെ അകത്തൊരു പകുതി എന്ന് പറയുന്നത്. ഈ ദിലീപിൻ്റെ കേസൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ ക്രൂരമായ കാര്യമാണ്. അതൊക്കെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണോ? ചില ഇതിനെ അനുകൂലിക്കുന്ന ചില നടിമാർ പറയുന്ന പോലും ചിലർ എളുപ്പത്തിൽ സിനിമയിൽ കയറാൻ പറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് കിടക്ക പങ്കിടാറുണ്ട്. പിന്നീട് അവരുമായിട്ട് തെറ്റുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അടുത്ത പടത്തിൽ അവസരം കിട്ടാതിരിക്കുമ്പോഴോ പീഡനപരാതിയായിട്ട് വരുന്നു. അത് ശരിക്കും തെറ്റല്ലേ? ഇപ്പം വന്ന സിദ്ദിഖിനെതിരെയും ജയസൂര്യക്കെതിരെയൊക്കെ വന്ന ആരോപണങ്ങൾ കഴമ്പുണ്ടെങ്കിൽ അന്വേഷിക്കണം, അത് അവരെ ശിക്ഷിക്കണം. പക്ഷേ അപ്പം ആ കൂടെ കൺസെൻറ്റോടുകൂടി ഇവരുടെ രണ്ടുപേരുടെയും കൺസെൻറ്റോടുകൂടി ചെയ്ത കാര്യങ്ങളുണ്ടോ എന്നും കൂടെ അന്വേഷിക്കണം. കാരണം കൺസെൻറ്റ് 18 വയസ്സ് കഴിഞ്ഞ ഒരാണിനും പെണ്ണും പരസ്പരം സമ്മതത്തോടെ കൺസെൻറ്റോടുകൂടിയൊക്കെ ലൈംഗികതയിൽ ഏർപ്പെടാൻ പറ്റും ഈ നാട്ടിൽ. അതിനെ കല്യാണം കഴിക്കണമെന്ന് പോലുമില്ല. ഒരു സ്ത്രീയും 18 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരിക്കുന്നത് അവിടത്ത് കണ്ടു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ പോലും നമുക്ക് അവകാശമില്ല. അവരെന്ത് ചെയ്യുന്നു, എന്തിനാണ് ചെയ്യുന്നത്, ഇതൊരു പബ്ലിക് പ്ലേസ് ആണോ എന്നൊന്നും നമുക്ക് ചോദിക്കാനുള്ള അവകാശമില്ല. അന്നേരം സദാചാര പോലീസിങ് ആവും. അങ്ങനെയുള്ള നാട്ടിൽ കൺസെൻറ്റോടുകൂടി ഈ ചെയ്തതാണോന്ന് അറിയണം. കാരണം ദിലീപിൻ്റെ കേസ് ആ നടി അന്നേരം തന്നെ പരാതി കൊടുത്തു. എന്നാൽ ഇത് പണ്ടെങ്ങാണ്ട് നടന്ന കാര്യം ഇപ്പം വെളിപ്പെടുത്തലുകളുമായിട്ട് വരിക. അപ്പം തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി. ഇവർ പറയുന്നത് പേടിയായിരുന്നു എന്നായിരുന്നു പറയുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം കറക്റ്റ് കാര്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവർ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർക്കൊരു ബുദ്ധിമുട്ട് നേരിടുന്നു. ഇവരത് പറ്റില്ല, നോ പറയുന്നു. അതോടുകൂടി ഇവരുടെ അവസരങ്ങൾ പോവുകയാണെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അവസരങ്ങൾ പോയി. ഇനി അവരാരെയാണ് പേടിക്കേണ്ടത്? തെറ്റ് ചെയ്ത് മറച്ചു വെക്കുക എന്ന് പറയുന്നത് അതിലും വലിയൊരു മോശമായ കാര്യമല്ലേ? അവർ ഇങ്ങനെ തെറ്റ് മറച്ചു വെക്കുമ്പം ഇവർ വിചാരിക്കുന്നത് അടുത്ത ആളോട് എനിക്ക് ആ തെറ്റ് ചെയ്യാം, ആരും പ്രശ്നമാക്കില്ലെന്ന് ഉള്ള വിചാരത്തിലാണ്. ഈ ദിലീപിൻ്റെ കേസ് വന്നതിന് ശേഷം ഇങ്ങനെ പറയപ്പെടുന്നുണ്ടായിരുന്നു, ഇത് പല നടിമാർക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ മാനഹാനി മൂലം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറയാതിരിക്കുമ്പം വേട്ടക്കാർക്ക് ഇരയെ വേട്ടയാടാൻ എളുപ്പമായി തീരുമല്ലേ? പിന്നെ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടാണെങ്കിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഇത് രണ്ടായിട്ട് അന്വേഷിക്കണം. കാരണം കൺസെൻറ്റോടുകൂടി ചെയ്ത് അവർ പിന്നീട് പരാതിയായിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്തവരെ പോലെ തന്നെ ഉള്ളതാണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചവരും. അതുപോലെ ഇത് മറച്ചു വെച്ചെന്ന് പറയുന്നതും, ഒരു തെറ്റ് അറിഞ്ഞിട്ടത് മറച്ചു വെച്ചെന്നുള്ളതും മറ്റൊരു നിയമപരമായിട്ടുള്ള കേസ് തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്കറിയാൻ പറ്റുന്നത്. അപ്പം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ പ്രകാരം ഒരു മേഖല ഫുള്ളായിട്ട് സംശയത്തിൻ്റെ മുന്നിലാക്കുക, അതും പുരുഷന്മാർ മുഴുവനായി. അപ്പോൾ സ്ത്രീകളെല്ലാം വെടിപ്പുള്ളവരാണെന്നാണ് അതുകൊണ്ട് തെളിയുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ നല്ല രീതിയിൽ അഭിനയിക്കാൻ വന്നിട്ട് ആൾക്കാരുടെ മോശം പ്രവൃത്തി കാരണം അത് വേണ്ടെന്ന് വെച്ച ആൾക്കാരുമുണ്ട്. പക്ഷെ വളരെ കുറച്ച്, ചിലപ്പം വിരലിൽ എണ്ണാവുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അവരാണേലും ഈ തെറ്റിന് കൂട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അവരും ശിക്ഷിക്കപ്പെടുന്നത് തന്നെയല്ലേ? ആലോചിക്കും.